സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു ഈശോ ഉണ്ട്. ആ ഒരു യുവത്വവും ചുറുചുറുക്കും മലയിലെ പ്രസംഗവും അതൊക്കെയാണ് ഒരുപാട് പേരെ ഈശോയിലേക്ക് അടുപ്പിച്ചത്. ജാക്സൺ ഡേക്കിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നന്നായി പ്രസംഗിക്കുന്ന ഒരാളാണെന്നാണ്. അപ്പോൾ ഈ ഒരു ടാലന്റ് ഇൻബോൺ ആയിട്ട് കിട്ടിയതാണോ, അതോ ഈ സെമിനാരി ലൈഫിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണോ, അല്ലെങ്കിൽ ഇനിയുള്ള ഫ്യൂച്ചർ ലൈഫിൽ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ ഒരു അഭിപ്രായം പറയാനുള്ളത്? പുരോഹിതൻ്റെ ഏറ്റവും വലിയ കടമ ബലിയർപ്പിക്കുക എന്നുള്ളതാണ്. ബലിയർപ്പണത്തിൽ രണ്ട് കാര്യങ്ങൾ: ഒന്ന് അപ്പം മുറിക്കുക, രണ്ട് വചനം മുറിക്കുക. ഈ വചനം മുറിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ട് കേൾക്കുന്ന പ്രസംഗം പുരോഹിതന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സെമിനാരിയിലായിരിക്കുമ്പോൾ അതിനുള്ള പരിശീലനത്തിൽ തന്നെ അതിൻ്റെ പദ്ധതികളുണ്ട്, അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ സെമിനാരിയിൽ ചേരുന്നതിന് മുൻപ് തന്നെ എനിക്കതിനുള്ളൊരു ചെറിയൊരു താങ്ങ് കിട്ടിയത് ജീസസ് യൂത്തിലെ നേതൃത്വ നിരയിലായിരിക്കുമ്പോഴുള്ളൊരു പരിശീലനമായിരുന്നു. ആ ഇടങ്ങളിലായിരിക്കുമ്പോൾ യുവജനങ്ങളോട് ഇടപെടുവാനും അതുപോലെ തന്നെ അവരുമായിട്ട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളൊരു അതിലേക്ക് കടന്നു വരാനായിട്ടൊരു എളുപ്പമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ACC പഠനകാലത്ത് ക്ലാസ് മുറിക്കകത്ത് തന്നെ കൂട്ടുകാരെ അഭിസംബോധന ചെയ്യാനും ക്ലാസ്സുകൾ എടുക്കാനൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ അതും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുണ്ടായി. സെമിനാരിയിലേക്ക് വന്നപ്പോൾ എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഹോമിലി വചന സന്ദേശം കൊടുക്കണം എന്നുള്ളതിനുള്ള ബാലപാഠങ്ങൾ കിട്ടിയപ്പോൾ കൂടുതലത് എളുപ്പമായി. പിന്നെ സ്വതസിദ്ധമായ ശൈലിയിൽ അത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ, പ്രാർത്ഥനാപൂർവ്വം അവരിലേക്ക് എത്തിക്കുമ്പോൾ അത് പലപ്പോഴും വിജയം കാണാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.